എടോ റമളാനിൽ ഖത്തം ഓതണം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖുർആൻ ഓതാൻ പറയും. ജിബ്രീൽ കേൾക്കും, നബി തങ്ങളെ കൊണ്ട് ഓദിപ്പിക്കും. ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാഫിളായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി തങ്ങൾ അവിടെ നിന്ന് ഓതിക്കൊടുക്കും. ജിബ്രീൽ അലൈഹിസ്സലാം ഇരുന്ന് കേൾക്കും. നബി തങ്ങൾ വഫാത്തിന്റെ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, എല്ലാ റമളാനിലും ജിബ്രീൽ വന്ന് കേൾക്കാറുണ്ട്. ജിബ്രീൽ ഒരു വട്ടമാണ് വന്ന് കേൾക്കാറ്. ഈ പ്രാവശ്യം 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതെന്റെ മരണം അടുത്തതിന്റെ അടയാളമാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖത്തമോദണമെന്ന് ഇതിൽ കൂടുതൽ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? ആ ഖുർആനിന്റെ വാർഷികം കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആ റമളാനിലെങ്കിലും എനിക്കും നിങ്ങൾക്കും ഖുർആൻ ഓതാൻ കഴിയുന്നില്ലെങ്കിൽ എത്ര വലിയ പുണ്യമാ സഹോദര. ഇതിനെക്കാളും വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് തരാമെന്ന് പറഞ്ഞ ഏതു മാസമാവുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് റമളാനിന്റെ മഹത്വം നമുക്കറിയണില്ല. റമളാനിന്റെ മഹത്വവും ശ്രേഷ്ഠതയും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത്രയും വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് തരാം. അലിഫ് ലാം മീം 3 അക്ഷരമാണ്. അലിഫ് ലാം മീം 30 നന്മ കിട്ടുമെന്ന് നബിയിന റസൂലുള്ളാഹി നബിയിന റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആനിലെ 3 ഒരക്ഷരത്തിന് 10 നന്മയല്ലേ? ഒരക്ഷരത്തിന് 10 നന്മ അള്ളാഹു തരും. 3 അക്ഷരം അലിഫ് ലാം മീം. അതിന്റെ അർത്ഥം എന്താ? അള്ളാഹു ആലം. അത്ര തന്നെ. അതിന്റെ അർത്ഥം അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതാ ഖുർആൻ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഖുർആനിലെ 1-ാമത്തെ ആയത്തിന്റെ അർത്ഥം എന്താ? ഈ ചങ്ങായിമാർ ഇങ്ങോട്ട് നോക്ക്. ഖുർആനിലെ 1-ാമത്തെ ആയത്തിന്റെ അർത്ഥം എന്താ? നിങ്ങളെന്താ വെടിയുണ്ടതുപോലെ ഇരിക്കണേ. ഖുർആനിലെ 1-ാമത്തെ ആയത്ത് ഏതാ? അലിഫ്. ബഖറയിലെ 1-ാമത്തെ ആയത്ത് ഏതാ? അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ. ഇങ്ങനെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ. അല്ലാഹു പറഞ്ഞെന്തറിയോ? ഖുർആനിന്റെ 1-ാമത്തെ ആയത്തിന്റെ അർത്ഥം തന്നെ അല്ലാഹു അലോന്ന്. അത് അല്ലാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇതാണ് മനുഷ്യൻ. പഠിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇനിയെങ്കിലും ഖുർആൻ കൈകൊണ്ടെടുക്കാനാണ്. ഇനിയെങ്കിലും നമ്മൾ ഖുർആൻ കൈകൊണ്ടെടുക്കും. ഇപ്പൊ ഉംറയ്ക്ക് പോയി, അൽഹംദുലില്ലാ എൻ്റെ കൂടെ വന്നവരധികം പേർക്കും ഖുർആൻ പ്രസ്സിന് പോകാൻ പറ്റിയില്ല. അൽഹംദുലില്ലാ എനിക്ക് പോകാൻ പറ്റി. ഖുർആൻ കിട്ടി. ഒരെണ്ണം പോലും ഞാൻ എടുത്തില്ല. അവിടെ പോയ ഖുർആൻ എനിക്ക് ഒരുപാട് ഖുർആൻ കിട്ടി. ഒരെണ്ണം പോലും ഞാൻ എടുത്തില്ല. കിട്ടിയത് മൊത്തം എന്ത് ചെയ്ത് ഓതുന്നവർക്ക് കൊടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ട് അരമാരിക്കകത്ത് വെച്ചാൽ ഞാൻ കുടുങ്ങൂലേ? പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ടുവന്ന് സൗദിയിൽ പോയിട്ട്, മക്കത്ത് പോയിട്ട്, മദീനത്ത് പോയിട്ട് ഒരു ഖുർആൻ കിട്ടിയിട്ട് അത് വീട്ടിൽ കൊണ്ട് വെക്കൽ ബറക്കത്ത, നന്മയാ. പക്ഷെ അത് വീടിനകത്ത് കൊണ്ട് വെച്ചിട്ട് തുറന്നു നോക്കാതിരുന്നാലോ? ഈ കാണുന്ന ആ ഡെസ്കിന്റെ മുകളിൽ ഇരിക്കുന്ന ഖുർആൻ മുഴുവനും കരയുകയാണ്. ജമാഅത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞു, ഉസ്താദെ 41 ലക്ഷം രൂപ വേണം, പണിക്കാരൻ പൈസ പറഞ്ഞു അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ ബില്ല് വന്നു 41 ലക്ഷം രൂപ വേണം. ഇനി കൊടുത്താലേ മുന്നോട്ട് പണി കൊണ്ടുപോകാൻ പറ്റൂ. ഈ നാട്ടിൽ പ്രയാസമോ ബുദ്ധിമുട്ട് ആരെടുത്ത് വെച്ചാലും പൈസ ഇല്ല. എങ്ങനെ വരാനാ സഹോദര? ആ നടുത്ത് നിരക്കി വെച്ചിരിക്കുന്നത് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. റമളാനായിട്ട് ഒരു തുറക്കണില്ല. പരിശുദ്ധമായ റമളാൻ മാസമായിട്ട് പോലും നമ്മൾ ആ പരിശുദ്ധമായ ഖുർആൻ തുറന്നു ഓതണില്ലെങ്കിൽ ഇതവിടെ ഇരുന്ന് കരയും, അതവിടെ ഇരുന്ന് തേങ്ങും. ആ തേങ്ങൽ ഈ നാട്ടുകാരറിയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഒന്നുകിൽ ഞാൻ പറയുന്നത് അതെടുത്ത് ഓതുക, അതല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്ത് മാറ്റുക. അതാണ് ഏറ്റവും നല്ലത്. ഒന്നുകിൽ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ച് ഓതാ. അതുകൊണ്ട് ഇത് വെച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ട്, അത് ആരെങ്കിലും എടുക്കണുണ്ട? ഈ ഇരിക്കണം മൈക്ക് സെറ്റിന്റെ മുകളിൽ ഇരിക്കണത്, അതിനിടയിൽ വലിയ ചെലന്തി വല ഉണ്ടോ നോക്കണം. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളത് എടുക്കണില്ല, ഒന്ന് പൊടി തുടക്കണില്ല. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, ഉദാഹരണം പോയാൽ നാളെ അതൊക്കെ എടുത്തൊന്ന് തുടയ്ക്കണം കേട്ടോ. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ അതേ വഴിയുള്ളൂ കേട്ടോ. ഒന്ന് തുടച്ചേക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാണ്. നിങ്ങൾ ആകെ വന്നൊരു വലിയ ഖുർആൻ എടുക്കണം നിങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ല മൂലയിരുന്ന് ഓതണം നിങ്ങളല്ല, ആ വാപ്പ മാത്രമേ നോന്ന കാണാം. ബാക്കിയൊക്കെ അവിടെ ഇരിക്കാൻ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ട മനസ്സിലാണ് ഖുർആനിന്റെ കണ്ണുനീർ, ഖുർആനിന്റെ തേങ്ങൽ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം ഞാൻ പറഞ്ഞു വന്നത്, ആ പരിശുദ്ധമായ ലക്ഷക്കണക്കിന് അള്ളാഹുവെ അവിടൊക്കെ വെച്ചിരിക്കുന്ന ഖുർആൻ, ഇത്ര ഖുർആൻ ജനങ്ങൾ ഓതുന്നറിയോ? തവാഫ് ചെയ്യുമ്പോഴും സഅയ് ചെയ്യുമ്പോൾ പോലും ഖുർആൻ കൈ പിടിച്ചുകൊണ്ട് മനുഷ്യന്മാർ ഓതിക്കൊണ്ടിരിക്കുന്നു. പ്രായമുള്ളവർ ഇരുന്ന്
ഇരുന്ന് ഖത്തം ഓതുന്ന രംഗം. അസറിന് വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ തറാവീഹ് കഴിയുന്നത് വരെ ജനങ്ങൾ ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുക. സംസാരമൊന്നുമില്ല. അള്ളാഹുവെ പരിശുദ്ധമായ കഅബയ്ക്കകത്ത് സംസാരമല്ല, ഖുർആൻ ഓതലുകൾ നടക്കുന്നു. മക്കത്തും മദീനത്തും പരിശുദ്ധമായ ഖത്തം ഇങ്ങനെ ഓതി തീർത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 3 ഖത്തം തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരെണ്ണമെങ്കിലും 30 ദിവസം മനുഷ്യ 1 മണിക്കൂർ നിന്റെ ജീവിതത്തിൽ തപ്പിയെടുത്ത് ഓതുന്ന മനുഷ്യന് പോലും 1 മണിക്കൂർ മതി ഒരു ജുസു ഓതാൻ. 30 ദിവസം കൊണ്ട് 30 ജുസു ഓതി 1 ഖത്തമെങ്കിലും നമുക്ക് ഈ പരിശുദ്ധമായ റമളാനിൽ നമുക്ക് ഓതി തീർക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെക്കാളും നഷ്ടവാളികൾ ആരാണ്? നമ്മൾ എങ്ങനെ രക്ഷപ്പെടും സഹോദര? നമുക്ക് എങ്ങനെ സ്വർഗം കിട്ടും? നമുക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയും? നമുക്ക് റമളാനിന്റെ മഹത്വം അറിയുന്നില്ല. നമുക്ക് ഈ റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠത ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് നമുക്കറിയാത്ത നമുക്കതിന്റെ മഹത്വം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ചരിത്രം ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ 2 ആൾക്കാർ, 2 സഹോദരങ്ങൾ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് 2 ആൾക്കാർ കടന്നു വന്നു, ഒരുമിച്ച് മുസ്ലിമായി. ഇവർ 2 പേരും അള്ളാഹുവിന്റെ ദീനിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു ഒരുമിച്ച് മുസ്ലിമായി. മഹാനായ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ അതിലെ ഒരാൾ പെട്ടെന്നൊരു യുദ്ധക്കളത്തിലേക്ക്, രണാങ്കണത്തിലേക്ക് കടന്നുപോയി ഷഹീദായി. അതിലെ ഒരാൾ, 2 പേരും എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയും 2 പേരും അദ്ദേഹത്തിന്റെ കൂടെയാ മുസ്ലിമായി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ഇൽമു പഠിക്കാൻ പറഞ്ഞു വിട്ടു. അവിടെ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ പോയി. ഒരാളൊരു യുദ്ധം വന്നപ്പോ അദ്ദേഹം രണാങ്കണത്തിൽ പോയി ഷഹീദായി, അവിടെ നിന്ന് രക്തസാക്ഷിയായി. 2ാമത്തെ ആളോ 1 വർഷം കഴിഞ്ഞിട്ടാ മരണപ്പെട്ടത്. 1 വർഷം കഴിഞ്ഞു. സാധാരണ മരണപ്പെടുന്നത് പോലെ വീടിന്റെ അകത്ത് രോഗം പിടിച്ച് കിടന്നിട്ട് സാധാരണ മരണം. അങ്ങനെ ഇവർ 2 പേരും മരണപ്പെട്ടു. മഹാനായ മഹാനായ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, 2 പേരും മരണപ്പെട്ടതിന് ശേഷം ഞാൻ സ്വപ്നം കണ്ടു. മഹാനവറുകൾ പറയുന്നു, 2 കൂടപ്പിറപ്പുകളും മരണപ്പെട്ടു. ആ മരണപ്പെട്ടതിന് ശേഷം ഞാനിവരെ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോ എന്താ സ്വപ്നം കാണുന്നത്? നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് അള്ളാഹു ഇങ്ങനെ നിർത്തിയിരിക്കുകയാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് പിടിച്ചു നിർത്തിയിരിക്കുക. അങ്ങനെ അവസാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 1 വർഷക്കാലം എന്റെ കൂടെ ജീവിച്ച് സാധാരണ രീതിയിൽ മരണപ്പെട്ട ആളെ വിളിച്ചിട്ട് ആദ്യം സ്വർഗത്തിലേക്ക് കടത്തിവിട്ടു. ആദ്യം അദ്ദേഹത്തെയാണ് സ്വർഗത്തിലേക്ക് കടത്തിവിട്ടത്. പിന്നെയാണ് ഷഹീദായ മനുഷ്യനെ സ്വർഗത്തിലേക്ക് കടത്തിവിട്ടത്. മഹാനായ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത അത്ഭുതം. പടച്ചവനെ, ഷഹീദല്ലേ ഒന്നാമത് സ്വർഗത്തിൽ പോകേണ്ടത്? അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യമൃത്യു വരിച്ച ശുഹദാണ് ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത്. പക്ഷെ ഇവിടെയാണെങ്കിൽ സാധാരണ രീതിയിൽ മനുഷ്യപ്പെട്ടവന് സ്വർഗം കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വഹാബി രാവിലെ എഴുന്നേറ്റ് തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു തആല അൻഹു പലരോടും പറഞ്ഞു, കേട്ടവർ അത്ഭുതം, എന്തുകൊണ്ടാണ് പടച്ചവനെ ഇങ്ങനെ? അവസാനം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിയിൽ എത്തിയപ്പോ മുത്തുനബി ചോദിച്ചു, നിങ്ങൾ ഇതിൽ എന്ത് അത്ഭുതമാ കാണുന്നേ? നിങ്ങൾ ഇതിൽ എന്ത് അത്ഭുതമാ നിങ്ങൾ കാണുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഷഹീദായ മനുഷ്യൻ സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പേ ഈ മനുഷ്യനെ കൊടുക്കാനുള്ള കാരണം, ഈ മനുഷ്യനെ സ്വർഗത്തിലേക്ക് വിടാനുള്ള കാരണം, ആ മനുഷ്യൻ ഒരു റമളാൻ മാസം കിട്ടി. അൽഹംദുലില്ലാഹ്, ഒരു പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുവാനും നിസ്കരിക്കുവാനും ഖുർആൻ ഓതുവാനും ഇബാദത്തുകൾ ചെയ്യുവാനും സദക്ക കൊടുക്കാനും എൻ്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു ആ മനുഷ്യന് ഒരു റമളാൻ കൊടുത്തു. ആ റമളാൻ കിട്ടിയത് കാരണമാണ് ആ ഷഹീദിന് മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കാരണമായത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ റമളാനിന്റെ മഹത്വം അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും നിങ്ങളും വർഷം മുഴുവനും റമളാൻ ആയിരിക്കാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസമാണ്. ഈ റമളാൻ മാസത്തിൽ നമുക്ക് അൽഹംദുലില്ലാഹ് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാമത്തെ കാര്യം, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്ക്. അൽഹംദുലില്ലാഹ്, ഏത് പ്രതിസന്ധിയും നമ്മൾ പഠിക്കേണ്ടത് 4 ഭാഗത്ത് നിന്ന് മുസ്ലിമീങ്ങൾക്കെതിരിൽ ശത്രുക്കൾ ഒറ്റക്കെട്ടായിക്കൊണ്ടിരിക്കുകയാ. ഒന്ന് കഴിഞ്ഞു
വീണ്ടും 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 അപവാദങ്ങളും പരിഹാസങ്ങളും ഈ ഉമ്മത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ റമദാനിലൂടെ നാം നേടിയെടുക്കേണ്ട ഒന്നാമത്തെ കാര്യം ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം. വെറും കലാപങ്ങളും തമ്മിലടിയും പ്രശ്നങ്ങളുമല്ല, ക്ഷമിക്കാൻ പഠിക്കുക, ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാൻ പഠിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നൊരു ഗുണം. നമ്മളൊക്കെ നോമ്പ് തുറക്കാനിരിക്കുന്ന സമയം ആലോചിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഇന്ന് നോമ്പ് തുറക്കാനിരിക്കുന്ന സമയം ഡൈനിങ് ടേബിളിന്റെ മുകളിൽ അല്ലാഹുവേ വെച്ചിരിക്കുന്ന സാധനം കണ്ടാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നതിനുള്ള പ്രതികാരം ചെയ്യലാണ് ആ നോമ്പ് മുറിക്കുന്ന സമയത്ത് കാണുന്നത്. എന്തതാ ചുട്ടതും കരിച്ചതും വറുത്തതും പൊരിച്ചതും ഒലത്തിയതും എന്തൊക്കെയാന്ന് ആലോചിക്കുക. ഏതൊക്കെ രീതിയിലാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഭക്ഷണം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ പണ്ടൊക്കെ പടച്ചോനെ നോമ്പ് ഉറക്കുമ്പോൾ ഒരു കഞ്ഞിയും പയറും, ഒരു ഈത്തപ്പഴം, ഇത്തിരി വെള്ളം, അൽഹംദുലില്ലാ കഞ്ഞിയും പയറും. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം കഞ്ഞിയൊക്കെ വേറെ പല മോഡലായി മാറി. സുഭിക്ഷമായ ഭക്ഷണം, അൽഹംദുലില്ലാ. നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചോ, ഞാൻ അതിനെതിരൊന്നുമല്ല, ഞാൻ കഴിക്കണ്ട എന്നല്ല. പക്ഷേ കഴിക്കുന്നതിൻ്റെ വീഡിയോ സ്റ്റാറ്റസായി വെക്കാതിരുന്നാൽ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലേ, നമ്മൾ കഴിക്കണതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നമ്മുടെ എല്ലാവരും കാണണം. അൽഹംദുലില്ലാ, ഇന്നത്തെ ഇഫ്താർ. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കഴിക്കാനില്ലാത്തവൻ അത് കണ്ട അവൻ്റെ മനസ്സ് വേദനിക്കൂലേ? നരച്ചിക്ക് പഠിച്ചവൻ. അറബികളൊക്കെ ഒരാടിനെ വെട്ടി, ഞാൻ ആലോചിക്ക്, നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി പോയപ്പോൾ ഒരാടിനെ, അതിൻ്റെ തലയും നാക്കും എല്ലാം ഉണ്ട്, ഒരാടിനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കുക. പടച്ചവനൊന്ന് ആലോചിക്കുക. അപ്പം ഞങ്ങളുണ്ടായിരുന്ന എല്ലാവർക്കും കൂടെ അത് കഴിക്കാൻ പറ്റില്ല. ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ വിചാരിച്ചിട്ടൊരു 10-12 പേരുണ്ട്. ഞങ്ങൾ മുഴുവൻ ഇരുന്നിട്ടും അത് തീർന്നില്ല. അപ്പോഴാണ് ആ കാക്ക പറഞ്ഞത്, ഇത് 5 അറബികൾ തിന്നണതാണ്. രസോന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് വേറെ വിഷയം, ഞാൻ പോകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യണോ. പരിശുദ്ധമായ റമദാനല്ലേ, പരിശുദ്ധമായ റമദാനിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത്, നമ്മുടെ കുടുംബത്തിൽ എത്രയോ പാവങ്ങൾ, ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്ത എത്ര പേരുണ്ടെന്നറിയോ? വിശക്കുന്ന വയറുമായി പള്ളിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി കാത്തിരിക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? അൽഹംദുലില്ലാ, പണ്ടൊക്കെ പള്ളിയിൽ വന്നിന്ന് ക്യൂ നിന്ന് കഞ്ഞി വാങ്ങും. ഇവിടെ ഉണ്ടോ? അപ്പോൾ ഇവിടെ വരുന്നവർക്കെങ്കിലും ഉണ്ടല്ലോ. അൽഹംദുലില്ലാ, പള്ളിയിൽ വന്ന് കഞ്ഞി വാങ്ങാൻ അസർ നിസ്കാരം കഴിഞ്ഞാൽ ക്യൂ നിന്നിട്ട് പത്തനാപുരത്തൊക്കെ ഇന്നലെ കഞ്ഞി വഴിന്നാൽ എന്ത് മനോഹരമായ, അതൊരു വല്ലാത്തൊരു ടേസ്റ്റ്. അപ്പോൾ പള്ളിയിലെ കഞ്ഞിയില്ലേ, അൽഹംദുലില്ലാ, ആ മുസ്ലിമീങ്ങൾ പോലും വന്ന് നിൽക്കും അത് മേടിക്കാൻ, ആ പള്ളിയിലെ കഞ്ഞി കുടിക്കാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് പരസഹായം ചെയ്യുക, ആരെങ്കിലൊക്കെ സഹായിക്കണം. പരിശുദ്ധമായ റമദാൻ മാസമാണ്. നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ കൂട്ടുകാർ, അൽഹംദുലില്ലാ, നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഇവിടെ അൽഹംദുലില്ലാ ഒരുപാട് പേര്, ഞാൻ വളരെ സന്തോഷം. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമദാൻ മാസം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ, പാവപ്പെട്ടവർക്ക് കിറ്റ് വാങ്ങിച്ചു കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉംറയ്ക്ക് പോകുന്നതിന് മുമ്പ് 75 കിറ്റ് വാങ്ങിച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും 41 കിറ്റ് അൽഹംദുലില്ലാ ആരാന്നറിയും ഒരുപാട് പാവങ്ങൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് വാങ്ങിച്ചു കൊടുത്തു. 150-150ഓളം കിറ്റ് അൽഹംദുലില്ലാ, ഇപ്പോൾ ഏകദേശം 100 കിറ്റിൽ പുറത്ത് റമദാൻ മാസത്തിൽ മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ആർക്കാന്ന് അല്ലാഹു ആലം. തിരൂര് വാങ്ങിച്ചു കൊടുത്തു, തിരുവനന്തപുരത്ത് മേടിച്ചു കൊടുത്തു, കൊല്ലത്ത്, ഇങ്ങനെ അൽഹംദുലില്ലാ ആരാണ് വിളിച്ചിട്ട്, ഉസ്താദ് ഒരു 10 പേരുണ്ട് പാവങ്ങളെ കൊടുക്കുക, അൽഹംദുലില്ലാ നമുക്ക് സ്വർഗം മതി. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഷൗക്കണൻ്റെ അടുത്താണ് ഈ പായിപ്പാടുള്ളൊരു സഹോദരി, എത്ര 33 കിറ്റിന് 33 കിറ്റ് വാങ്ങാനുള്ള അൽഹംദുലില്ലാ പൈസ കൊടുത്തു വിട്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അൽഹംദുലില്ലാ അത് മതി, ഒരു ദുആ മതി. ആ പാവപ്പെട്ടവർ അൽഹംദുലില്ലാ ഒരു ദുആ ചെയ്താൽ എത്രയോ പേര് ഓൺലൈനിലൂടെ 2000-ഉം 3000-ഉം ഇട്ടുകൊടുത്ത് അൽഹംദുലില്ലാ കിറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ. ഞാൻ ആ അക്കൗണ്ടിനകത്ത് വേറെ ആരും പൈസ ഇടരുത്, പള്ളിയുടെ പൈസ പോലും ഇടരുത്, അത് പാവങ്ങളുള്ളതാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. ഇപ്പോൾ അൽഹംദുലില്ലാ ഇനി കിറ്റൊന്നുമില്ല, ആരും പൈസ ഇട്ടേക്കരുത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരുപാട് പേര് ഷാജിക്ക ഇന്നലെ വളരെ പ്രയാസത്തോട് പറഞ്ഞു, ഉസ്താദ് പൈസയില്ല, 2-3 ദിവസമായി പള്ളിയുടെ പണി നിർത്തി, ഇനി മുന്നോട്ട് പോകണം, ഒരു വഴിയില്ല. ഇന്നലെ നോക്കുമ്പോൾ ഒരു സഹോദരൻ വിളിച്ചിട്ട്, ഉസ്താദ് 20,000 രൂപ പള്ളിക്ക് വേണ്ടി ഇട്ടുന്നുണ്ട്, ദുആ ചെയ്യണം. അള്ളാഹു ആരെങ്കിലൊക്കെ കൊണ്ടുവരുന്നുണ്ടോ? ആ പള്ളിയുടെ പണിയുമായി ബന്ധപ്പെട്ട് പലരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെ നിന്നെങ്കിലും, എത്ര 200 കല്ലും കണ്ടിന്, 2000 കല്ല് മേടിക്കണം ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സഹോദരൻ മുഹമ്മദില്ലേ,
മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാസിയ. എൻ്റെ അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഉസ്താദെ, ഒരാൾ വിളിച്ചു, ഇതിന് പലരും അൽഹംദുലില്ലാ ഇത് നമ്മുടെ ക്ലാസ് ഇല്ലല്ലോ ഉസ്താദ്, അതിലേക്ക് നമ്മുടെ പള്ളിക്ക് വേണ്ടിയാണോ നമുക്കവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത്? അൽഹംദുലില്ലാ, ഈ ദുആയ വേറൊന്നുമില്ല. ഈ പാതിരാത്രി ഈ സമയത്ത് 11 മണിക്ക് രാവിലെ മുതൽ 3:30 എഴുന്നേറ്റതാ നിങ്ങൾ. ഈ രാത്രി 11 മണിയായിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്തിന്റെ പേരില സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയാ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ചെയ്യാൻ കഴിയുന്ന സൽപ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. സദക്ക കൊടുക്കുക, സക്കാത്ത് കൊടുക്കുക. സക്കാത്ത് കൊടുക്കേണ്ട മാസമാണ് റമളാൻ മാസം. ഓരോ മനുഷ്യന്റെയും സമ്പത്ത് അത് കൊടുക്കാൻ നമുക്ക് വല്ലാത്ത മടിയ. കാറൂൻ പറഞ്ഞതുപോലെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നാട്ടുകാർക്ക് എന്തിനാ ഞാൻ കൊടുക്കണേ? കാറൂൻ പറഞ്ഞതാ. മൂസാ നബി അലൈഹിസ്സലാം കാറൂനോട് പറഞ്ഞു, എടാ നീ ഇത്തിരി പാവങ്ങൾ കൊടുറ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ആർക്കും കൊടുക്കൂല, മൊത്തവും പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, ഒരാൾക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു കാരക്കയുടെ ചീള് മതി. ഒരേ ഒരു കാരക്ക നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ പകുതി മതി സഹോദര. അള്ളാഹുവെ പടച്ചവനെ, നിങ്ങൾ മക്കത്തും മദീനത്തും പോകടോ, നോമ്പ് തുറക്കാൻ സമയത്ത് എവിടുന്നാ ഭക്ഷണം വരുന്നറിയോ? ഒന്നും വേണ്ട, വെറും കയ്യോടെ നമ്മൾ പോയ പടച്ചവനെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുക, ഇതാന്ന് നിരന്നങ്ങോട്ടിരിക്കുമ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവന്നിങ്ങനെ നിരത്തുകയാ. കഴിക്ക്. അൽഹംദുലില്ലാ, സംസം വെള്ളം വേണോ, കാരക്ക വേണോ, തണുത്തത് വേണോ, നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ആ ലക്ഷക്കണക്കിന് ആൾക്കാർ, അല്ലാഹുവേ എന്തൊരു ഉത്സാഹം! കാരണം എന്തേ? പ്രതിഫലം അവർക്കറിയാം. മക്കത്തും മദീനത്തും പോകുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നോമ്പ് തുറക്കും അങ്ങോട്ട് കൊണ്ട് തരിക. എന്നാ എന്ന് പറഞ്ഞ് റോഡിൽ നിൽക്കുകയാ സഹോദര. എവിടുന്ന് മേടിക്കണമെന്നറിയാതെ. അവസാനം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഉംറ കഴിഞ്ഞ് വളരെ പ്രയാസത്തിൽ പടച്ചോന് ഇങ്ങനെ പോകുമ്പോ കയ്യിൽ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്ക, വേടിക്ക്. ഞാൻ പറഞ്ഞു വേണ്ട, കൂടെ കൊണ്ട് നടന്നിട്ട് എൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു. കാരണം എന്ത്? പ്രതിഫലം വേണം അവർക്ക്. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ നോമ്പ് തുറപ്പിക്ക്. നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് പിടിച്ചവന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരുമെന്ന് നബിയിന റസൂലുള്ളാഹി. അതിന് ഒരുപാടൊന്നും കൊടുക്കണമെന്നില്ല. ഒരു കാരക്കയുടെ പകുതി നിന്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ. ഒരു കാരക്കയോ നിന്റെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ പകുതി എടുത്ത് ആ മനുഷ്യന് കൊടുത്തിട്ട് നോമ്പ് തുറപ്പിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നമ്മൾ ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ റമളാനിന്റെ 30 ദിവസങ്ങളിൽ നമ്മൾ ദുആ ചെയ്യുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. വിശുദ്ധമായ റമളാനിന്റെ 30 ദിവസം നമ്മൾ ദുആ ചെയ്യുമല്ലോ. എന്താണ് ദുആ ചെയ്യുന്നത്? പടച്ചവനെ നീ സ്വർഗ്ഗം തരണേ അല്ലാഹ്, സ്വർഗ്ഗം തരണേ അല്ലാഹ്. നിങ്ങളും ദുആ ചെയ്യുകയാണ്. നമസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതിയിട്ട് സദഖ കൊടുത്തിട്ട് എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും റബ്ബിനോട് ദുആ ചെയ്തിട്ട് ഖുർആൻ ഓതിയിട്ട് എല്ലാവരും അല്ലാഹുവിനോട് സ്വർഗ്ഗം താ, സ്വർഗ്ഗം താ, സ്വർഗ്ഗം താ, പടച്ചവനെ എനിക്ക് സ്വർഗ്ഗം തരണേ എന്ന് ദുആ ചെയ്യുന്നല്ലോ. എല്ലാവർക്കും സ്വർഗ്ഗമാണ് വേണ്ടത്. എല്ലാവർക്കും സ്വർഗ്ഗം കിട്ടാൻ ദുആ ചെയ്യുമ്പോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗ്ഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഞാനും നിങ്ങളും ദുആ ചെയ്യുന്നത് പോലെ നമ്മൾ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നല്ലോ, ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുന്നല്ലോ. പടച്ചവനെ സ്വർഗ്ഗം താ തമ്പുരാനെ, നോമ്പ് പിടിച്ചവൻ ദുആ ചെയ്യുന്ന സ്വർഗ്ഗം താ തമ്പുരാനെ, ഖുർആൻ ഓതിയവൻ ദുആ ചെയ്യുന്ന സ്വർഗ്ഗം താ തമ്പുരാനെ, സദഖ കൊടുത്തവൻ ദുആ ചെയ്യുന്ന സ്വർഗ്ഗം താ തമ്പുരാനെ. ഞാനും നിങ്ങളും അല്ലാഹുവിനോട് സ്വർഗ്ഗം കിട്ടാ ദുആ ചെയ്യുമ്പോ ഇതുപോലെ സ്വർഗ്ഗവും ദുആ ചെയ്യുകയാ, ഇതുപോലെ സ്വർഗ്ഗവും ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, 4 വിഭാഗം ആൾക്കാർ എനിക്ക് തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗമോടുകൊണ്ട് ദുആ ചെയ്യുന്ന 4 പേരെ എനിക്ക് വേണം തമ്പുരാനെ, എനിക്ക് തരണം തമ്പുരാനെ. 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ എന്ന് അല്ലാഹുവിന്റെ സ്വർഗ്ഗം അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ
നമ്മളൊക്കെ അള്ളാഹുവിനോട് എന്ത് ദുആ ചെയ്യും? പടച്ചവനെ സ്വർഗന്താ സ്വർഗന്താ സ്വർഗന്താ. നമ്മൾ ദുആ ചെയ്യുന്നത് പോലെ സ്വർഗം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, 4 വിഭാഗം ആൾക്കാരെ എനിക്ക് തരണേ എന്ന്. അള്ളാഹു ആ നാളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. സ്വർഗം ദുആ ചെയ്യുന്ന വിഭാഗം, കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 1 മുത്ഇമുൽ ജിആൻ, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ. നിസ്കരിക്കുന്നവനെന്നല്ല പറഞ്ഞേ, നിസ്കരിക്കുന്നവനെന്നല്ല പറഞ്ഞത്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക. എടാ, ഒരു മനുഷ്യന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യൻ എനിക്ക് തരണേ എന്ന് സ്വർഗം കാത്തിരിക്കുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി, ഉറക്കെ പറ, നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ വ്യക്തമായി പറഞ്ഞത് നിസ്കരിക്കുന്നവനല്ല. കാരണം നിസ്കരിക്കാൻ വരും, പക്ഷെ പാപങ്ങൾ കൊടുക്കൂല. എത്ര പേരെ നമുക്കറിയാം അല്ലേ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? 5 നേരം നിസ്കരിക്കാൻ വരും, 5 നയാ പൈസ അള്ളാഹ്ക്ക് പോലും കൊടുക്കാത്ത ആൾക്കാരെ നമുക്കറിയത്തില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹ്ക്ക് തന്നെ കൊടുക്കണില്ല, പിന്നല്ലേ നാറ്റാനൊടുക്കാം. എന്തിന്? പെറ്റ തള്ളയ്ക്ക് കൊടുക്കണില്ലല്ലോ, ജന്മം കൊടുത്ത വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് പോലും കൊടുക്കുന്നില്ലല്ലോ. വാരി വാരി കൂട്ടി വെച്ചിരിക്കുകയാണ്, വാരി വാരി കൂട്ടി വെച്ചിരിക്കുന്നു. എന്ത് ചെയ്യാൻ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കള്ള് കുടിക്കുന്നവന് കള്ള് കുടിക്കാതെ വരുമ്പോ ഒരു പ്രശ്നം, അത് ലഹരി ഉള്ളതുപോലെ കള്ളിന് ലഹരിയുണ്ട്, കഞ്ചാവിന് ലഹരിയുണ്ട്, മയക്കുമരുന്നിന് ലഹരിയുണ്ട്. ഇതുപോലെ സമ്പത്തിനും ലഹരിയുണ്ടെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി. ചിലരിങ്ങനെ എണ്ണിയിരിക്കില്ലേ? എത്ര എണ്ണിയാലും തീരൂല. അതിനകത്ത് ഇങ്ങനെ എണ്ണിയിരിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, സമ്പത്തിനൊരു ലഹരിയുണ്ട്. ആ ലഹരി വന്നുപോയാൽ പിന്നെ പള്ളിക്കുഴിയിലെത്തണം. ആ ലഹരി മാറണമെങ്കിൽ വയസ്സാങ്കാലമായാലും ഉണ്ടാക്കണം. മക്കളെ കെട്ടിക്കണം, മക്കളെ കെട്ടിക്കണം, കൊച്ചുമക്കളെ കെട്ടിക്കണം, അതിൻ്റെ മക്കളെ കെട്ടിക്കണം. ഇങ്ങനെ പണം ഉണ്ടാക്കല. എന്നാ ഓന് തിന്നാൻ തോന്നും. എടാ ചങ്ങാതി, ഞാൻ എപ്പോഴും പറയും, ചിലരെ കണ്ട കഷ്ടം. ഒരു നല്ല വസ്ത്രം ധരിക്കാറുണ്ട്, ലക്ഷക്കണക്കിന് പൈസ ഉള്ളവനാ, ഒരു നല്ല വസ്ത്രം ധരിക്കും, ഒരു നല്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, ചിലരെയൊക്കെ ഞാൻ പറഞ്ഞു, ഇവിടെ ഉള്ള ചില ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ ചിലരുടെയൊക്കെ വണ്ടി കത്തിച്ച് കളയണത് ഞാൻ പറഞ്ഞു. നല്ല പൈസ ഉള്ളവരാ, നല്ല രീതിയിൽ ഇസ്സത്തോടു കൂടി ജീവിക്കേണ്ടവരാ. പക്ഷെ എന്ത് ചെയ്യും? അവർ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞു, ചില വണ്ടികളൊക്കെ അൻസാരിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ അള്ളാഹു ഒരുപാട് ഇസ്സത്ത് തന്ന ആളല്ലേ, അവർ പഴയ വണ്ടിയും കൊണ്ട് വരുമായിരുന്നു, അത് വിറ്റ് കിടന്നേക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ അള്ളാഹ് നമുക്ക് തന്നി 3 ചില കാര്യങ്ങൾ. 1 വീട്, 2 വാഹനം, 3 വസ്ത്രം. ഈ 3 കാര്യം അൽഹംദുലില്ലാ, അത് അള്ളാഹു ഇസ്സത്ത്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നല്ല വണ്ടി വേണ്ടേ? വേണോ? നമുക്ക് നല്ല വണ്ടി ഇസ്സത്താടോ? ഒരു മനുഷ്യന്റെ ഇസ്സത്താണ് നല്ലൊരു വാഹനം ഉണ്ടെന്ന് പറയുക. നമുക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനം വേണം, നല്ല വണ്ടിയായിരിക്കണം. അൽഹംദുലില്ലാ. അപ്പൊ എന്നോട് ചോദിക്കും, എന്താ ഉസ്താദ് നിങ്ങൾ നല്ല വണ്ടി എടുക്കാത്ത? ലോണിട്ട വണ്ടിയാകരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. പറ, നിങ്ങൾ എന്താ ഉണ്ടായിരിക്കുന്നത്? നല്ല വണ്ടി വേണോ? ഒരു മനുഷ്യന്റെ ഇസ്സത്താ നല്ല വണ്ടി വേണോ? 50 ലക്ഷമോ കോടിക്കണക്കിന് രൂപ കൊടുത്ത് നീ വണ്ടി എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ റെഡി കാശ് കൊടുത്തിട്ട് എടുക്കണം. പലിശയ്ക്ക് എടുക്കാൻ പറ്റുമോ? ലോണിട്ട് വണ്ടി എടുക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കടോ. ഞാൻ ഈ പള്ളിയിൽ വരും, ഞാൻ പള്ളിയിൽ വന്നിട്ട് പള്ളിയുടെ മിഹ്റാബിനകത്ത് കയറി നിന്നിട്ട് പലിശ വാങ്ങരുത്, പലിശ കൊടുക്കരുത്, സാക്ഷി നിൽക്കരുത്, അല്ലെ? എല്ലാം പാപം, നരകത്തിൽ പോകും. ഇതൊക്കെ ഞാൻ പ്രസംഗിച്ചു. ഞാൻ വന്ന വണ്ടി ഏതാ? നിങ്ങളത് പറയടോ. ഞാൻ ലോണിട്ട വണ്ടിക്കകത്ത്, പലിശയുടെ വണ്ടിക്കകത്ത് വന്ന് വെള്ളിയാഴ്ച പള്ളി കയറി മിമ്പറി കയറി നിന്നിട്ട് പലിശയ്ക്ക് കൂട്ടു നിൽക്കുന്നവരും സാക്ഷി നിൽക്കുന്നവരും നരകത്തില, പാവവാന്ന് വഴുതു പറഞ്ഞിട്ട് നിങ്ങളെ കരയിപ്പിച്ച് ദുആ ചെയ്തിട്ട് ഞാൻ ആ വണ്ടി കയറി പോയാ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ സഹോദര, എന്റെ അവസ്ഥ. നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കണം? ഉള്ളത് പറ. എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ എനിക്കൊരു സംശയമുണ്ട്, എന്നെ കുടുക്കിയൊരു സംശയം. ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ പലിശക്കാരൻ്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്? അപ്പൊ ചോദ്യത്തിന്റെ ഗൗരവം എനിക്ക്. പള്ളിയിലെ ഖത്തീബ് ലോണിട്ട വണ്ടിയുള്ള ആളാ, അദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റൂ? സത്യം പറഞ്ഞ ഞാൻ ഒന്ന് കുടുങ്ങി. മറുപടി പറയാൻ പറ്റും, കാരണം റെക്കോർഡ് ചെയ്താലും ഇപ്പോൾ
അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എല്ലാവരുടെ കയ്യിൽ എടുക്കാമുണ്ടാവണമെന്നില്ലല്ലോ, ഒരു വണ്ടി എടുക്കാന്ന് പറഞ്ഞൊരു ആഗ്രഹമില്ലേ? ചിലപ്പോൾ അത് മനുഷ്യന്മാർ ഗതിയില്ലാത്തത് കൊണ്ട് ഉസ്താദിനോട് ഞാൻ അതൊന്നും ചോദിച്ചില്ല. ഇയാള് വിടണേയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പത്തെ നിയമം അനുസരിച്ച് റെഡി കാശ് കൊടുത്തെടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ ഉസ്താദ് മസല പറഞ്ഞാൽ മതി, പറ്റുവോ ഇല്ലയോ? അയാൾ എന്തെല്ലാം പറഞ്ഞിട്ട് എന്നെ വിടണില്ല, കറക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ചിലപ്പം ചെറിയ വണ്ടിയല്ല വലിയ വണ്ടി എടുത്തിരിക്കണം, ഉസ്താദ് മസല പറഞ്ഞാൽ മതി. അവസാനം ഞാൻ പറയേണ്ടി വന്നു, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞതുപോലെ വണ്ടി വാങ്ങിച്ചോ, കുഴപ്പമൊന്നുമില്ല. വലിയ നീ കോടിക്കണക്കിന് രൂപയുടെ വണ്ടിയാണെങ്കിലും നീ മേടിച്ചോ, പക്ഷെ എന്തു വേണ്ട, ഗവൺമെന്റിനെ പറ്റിക്കാനല്ലേ പറ്റൂ, അള്ളാനെ പറ്റിക്കാൻ പറ്റൂലല്ലോ. ഇൻകം ടാക്സിനെ പറ്റിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താടോ ഇങ്ങനെ നോക്കണേ? മോഡി അണ്ണനെ പറ്റിക്കാൻ പറ്റുമായിരിക്കും, ഇൻകം ടാക്സ് പറ്റിക്കാൻ പറ്റുമോ? അള്ളാഹെ പറ്റിക്കാൻ പറ്റുമോ? ഇവനെ പേടിയുണ്ട്, അള്ളാഹിനെ പേടിയില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പറല്ല കാക്കുമാറാകട്ടെ. ടാക്സ് ഉള്ള ലോൺ ഇട്ടവരൊക്കെ കൊണ്ട് അടച്ചുപൊളി. അതാ ഞാൻ പറഞ്ഞേ, ലോൺ ഇട്ട വണ്ടിയുള്ളവരൊക്കെ കൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അത് ജീവിതത്തിൽ വന്ന അതോടുകൂടി റബ്ബിന്റെ സഹായം പോയി. പലിശയിൽ എന്ന് കാലെടുത്ത് വെക്കുന്നോ അന്നത്തോടെ റബ്ബിന്റെ സഹായം പോകും. പലിശയുമായി നമ്മൾ എന്ത് ബന്ധപ്പെടുന്നു അന്നത്തോടുകൂടി റബ്ബിന്റെ സഹായം പോയടോ. അതുകൊണ്ട് ആ പലിശ വേണ്ടെന്ന് പറഞ്ഞത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള കാര്യം ഇനിയിപ്പോൾ ഈ ദൈവമായതുകൊണ്ട് കട്ടവട ഇറങ്ങുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനി അതിനെക്കൊണ്ട് ലോണൊക്കെ എടുക്കാവോ, അതിനെക്കുറിച്ച് വേറെ വിഷയങ്ങൾ, അതൊക്കെ ഉസ്താദ്മാരോട് ചോദിച്ചു പഠിക്കുക. ഞാൻ എൻ്റെ കാര്യമോ പറഞ്ഞ്, നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 നല്ല വീട് ഒരു മനു ആവശ്യമുള്ള വീട്. അപ്പോൾ ഉസ്താദെ, ഞാൻ 1.5 കോടിയുടെ വീട് വെച്ചിട്ടുണ്ട്. 1.5 കോടിയുടെ വീട് നിനക്ക് വേണോ? എടാ, നമ്മൾ ഇന്നത്തെ വീടുകൾ കണ്ടാ വലിയ കൊട്ടാരങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്. എത്ര റൂമാ, തൂക്കാൻ വല്ലവരെ വിളിക്കേണ്ടവർ. എടോ, നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും നിന്റെ വീട്ടുകാർക്കും താമസിക്കാനുള്ള വീട് പണിതോ കുഴപ്പമില്ല. പക്ഷെ ഇന്നത്തെ വീടുകളെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വെറുതെ ഇങ്ങനെ കെട്ടിപ്പൊക്കിയിടുക. നബിതങ്ങൾ പറഞ്ഞു, ഒരാൾ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അവന് വീട് വെക്കാൻ ആഗ്രഹം കൊടുക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയോ പേരറിയാം, കെട്ടും ഇടിക്കും, അവസാനം എത്തീങ്കാനയിലാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയ പ്രഭാഷണ വീടൊക്കെ നല്ല വീട് വെക്കണ്ടേ? പഞ്ചായത്ത് മെമ്പറാണെന്നും ബില്ലുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനോഹരമായൊരു വീട് വെക്കണം. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 നല്ല വസ്ത്രം ധരിക്കണ്ടേ? നല്ല വസ്ത്രം ധരിക്കണോ? അതോ ഞാൻ പാവപ്പെട്ടവനാണെന്ന് വെറുതെ കീറിയിട്ട് വെക്കണോ? പരമനുഷ്യന്മാരെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഒരു കണക്ക് വെച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല വാഹനം, നല്ല വസ്ത്രം, നല്ല വീട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? സക്കാത്തൊക്കെ കൊടുക്കണമെന്നായി പറഞ്ഞതിനർത്ഥം, നിന്റെ സമ്പത്തിന്റെ കണക്കനുസരിച്ചിട്ട് അൽഹംദുലില്ലാഹ്, നിന്റെ കയ്യിൽ ഇത്ര രൂപയുണ്ടെങ്കിൽ ഇത്ര ശതമാനം, 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ എത്ര സക്കാത്ത് കൊടുക്കണം? അറ്റാക്ക് വരരുത്. 10 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 25,000 രൂപ കൊടുക്കണം. അള്ളാഹുവെ, കണ്ണീ കൂടെ പൊന്നീച്ച പറക്കുന്നു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 10 ലക്ഷം രൂപയുള്ളവൻ 25,000 രൂപ അത് പാവപ്പെട്ടവന്റെ അവകാശമാ. ആ 9,75,000 രൂപയെ നിനക്കുള്ളൂ. 25,000 രൂപ പാവപ്പെട്ടവൻ്റെതാ. ആ 25,000 കൊടുക്കാൻ അതുപോലും കൊടുക്കാതെ മടി കാണിച്ച് ആർത്തിയോട് അത് പിടിച്ചു വെച്ച ഈ 9,75 പോയി കിട്ടും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒട്ടും മനസ്സിലാക്കേണ്ട സത്യമത ഞാൻ പറഞ്ഞതല്ല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ലോകത്തുള്ള സർവ്വ മുസ്ലിമിന്റെ ഈമാൻ എടുത്തൊരു ത്രാസിൽ അബൂബക്കർ തങ്ങളുടെ ഈമാൻ എടുത്തൊരു മറ്റേ ത്രാസിൽ വെച്ച ആരുടെ ഈമാൻ കൂടി നിൽക്കും? എൻ്റെ അബൂബക്കറിന്റെ ഈമാൻ കൂടി നിൽക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. 25,000 രൂപ സക്കാത്ത് കൊടുക്കാൻ മടിച്ചിട്ട് അതുകൂടെ പിടിച്ചു വെക്കാൻ നിന്നാ അടങ്കലോടെ പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ.
അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കൊടുത്താൽ ആ 9,70,000 ഫ്രഷായി അൽഹംദുലില്ലാഹ്. അതാരും പിടിച്ചുകൊണ്ട് പോകില്ല. അതിൻ്റെ ഉത്തരവാദിത്വം അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ അത് പാവങ്ങൾക്ക് വേണ്ടി. നമ്മൾ വിചാരിക്കും കുറച്ച് വാരി ഇങ്ങനെ വെച്ചിരിക്കും, വരുന്നവന് വാരി കൊടുക്കും. ഇങ്ങനെ 50, 100, 150, 200. അതല്ല സക്കാത്ത്, അത് സദക്ക. സദക്ക വേറെ, സക്കാത്ത് വേറെ. ഉടക്കപ്പറ, സദക്ക വേറെ, സക്കാത്ത് അവകാശികളുണ്ട്. സദക്കയ്ക്ക് അവകാശിയുണ്ടോ? ആർക്ക് വേണേലും കൊടുക്കാം. സക്കാത്ത് വേറെ, സദക്ക വേറെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സക്കാത്ത് നിന്റെ സമ്പത്ത് എത്ര ലക്ഷം ബാങ്കിൽ കിടക്കുന്നുണ്ട്, എവിടൊക്കെ വസ്തു വാങ്ങിച്ചിട്ടിട്ടുണ്ട്, എവിടൊക്കെ ബിസിനസ്സിൽ ഇട്ടിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും കണക്കങ്ങോട്ട് എടുക്കണം. കണക്കെടുത്തിട്ട് അൽഹംദുലില്ലാഹ് ഇത്ര ലക്ഷം രൂപയുണ്ട്. അപ്പൊ 10 ലക്ഷത്തിന് 25,000, 20 ലക്ഷത്തിന് 50,000. അൽഹംദുലില്ലാഹ് ഇങ്ങനെ സ്വത്ത് എടുത്ത് നോക്കി. അതുപോലെ തന്നെ സ്വർണം എടുത്തു. 10-10.5 പവൻ വരെ നമ്മൾ ധരിക്കാം. അത് കഴിഞ്ഞുള്ളതിന് ഇത്ര കൊടുക്കണം. കണക്കങ്ങോട്ട് എടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് അൽഹംദുലില്ലാഹ് പടച്ചോനെ ഇതിലും ഭേദം ഇൻകം ടാക്സ് അടച്ചാൽ മതി എന്ന് ചിലപ്പോൾ തോന്നും. കുഴപ്പമില്ല, അള്ളാഹുടെ മുന്നിൽ രക്ഷപ്പെടണം സഹോദര. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ദുനിയാവും പോകും, ആഖിറവും പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പറഞ്ഞത് പരിശുദ്ധമായ റമളാൻ മാസമാണ്. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ. പള്ളിയുടെ മുന്നിൽ വരുന്ന ഒരുപാട് പാവങ്ങളെ കാണാം. വീടിന്റെ മുന്നിൽ വരുന്നവരെ ആട്ടി ഓടിക്കാതെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ കഴിയുന്ന എത്രയോ പാവപ്പെട്ടവർ, അവർക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുക്ക്, അവരെ സഹായിക്ക്. പെട്ടുപോകുന്ന എത്രയോ പേര്, ലോണൊക്കെ എടുത്തിട്ട് വീട് ജപ്തിയിൽ കിടക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയുമോ? അള്ളാഹു അവർക്കൊക്കെ സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അങ്ങനെ പ്രയാസത്തിൽ കഴിയുന്നവരെയൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഇൻഷാ അള്ളാഹ് ചെയ്യണം. സക്കാത്ത് ഈ റമളാനിൽ കൊടുക്കുമ്പോൾ അതിന് വലിയ പ്രതിഫലം കൂടുതൽ കിട്ടും. അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ സമ്പത്ത് നമുക്ക് ശുദ്ധീകരിക്കണം. അപ്പോൾ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇപ്പോഴേ ഞാൻ പറഞ്ഞത് കണക്കൊക്കെ നോക്കിയെടുക്കാൻ ഇൻഷാ അല്ലാഹ് സമാധാനത്തിൽ ഒരു ദിവസം വെള്ളിയാഴ്ച അതിൻ്റെ കണക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു റഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.